ഇപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങിക്കോ. ഇന്നൊരു തടുപ്പൊക്കെ പിന്നെ പുറത്ത് തണുപ്പ് കാലത്ത് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അധികം ലാഗ് അടിപ്പിക്കാതെ അടുത്ത നിന്റെ ഒരു കഥയിലേക്ക് നമുക്ക് ഇന്ന് പെട്ടെന്ന് പോയേക്കാം. ഇന്നെന്ത്യ? അന്ന് നിന്റെ കഥയാ. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കഥയില്ല ഒന്നുമില്ല, കുറെ നാരങ്ങ മറച്ചു കളഞ്ഞ്. അയ്യോ, നാരങ്ങ മറച്ചളഞ്ഞ ഭയങ്കര കേസായില്ലേ? പിന്നെ നാരങ്ങ മറച്ചു കളഞ്ഞ നീ കഥ പറയണ്ട. കഥ ഏതാ കഥ? ഏത് കഥ പറയണ്ടേ? നിന്റെ കഥ പറ. നിന്റെ പഠിക്കുമ്പോഴത്തെ അത് പറഞ്ഞാലോ? പഠിക്കുമ്പോഴത്തെ കഥ പറ. പഠിക്കുമ്പോഴത്തെ അത് ഞാൻ എങ്ങനെ തുടങ്ങണേ? മറ്റേ ഇതൊക്കെ പറയണോ? കോളേജും പരിപാടിയും? നീ പഠിക്കാൻ പോയത് എങ്ങനെയാണോ അത് പറഞ്ഞാൽ മതി. ട്രെയിൻ കയറിട്ട് ഇവിടെ ട്രെയിൻ കയറും, ഇവിടുന്ന് ട്രെയിൻ കയറും, എന്നിട്ട് ബ്രിട്ടോമാട്ടിൽ ഇറങ്ങും, ഒരു കോളേജിലേക്ക് 10 രൂപ അടക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പഠിപ്പൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പഠിത്തം മാത്രമായിരുന്നു സ്മൂത്ത് ആയിട്ട് പോയി? അല്ല എല്ലാം പഠിത്തമൊക്കെ സ്മൂത്ത് ആയി പോയി. കുറച്ച് സെമ്മൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് എനിക്ക്. മോളല്ല, ഞാൻ ആലോചിച്ചതാ. കണ്ണാടി ഇന്ന് വൈകിടോ, കണ്ണൊക്കെ പഴുത്തിരിക്കും. അതെ, ഈ വൈകുന്നേരം ഈ തണുപ്പത്ത് കണ്ണാടി വെച്ച് അപ്പോ സെമ്മിലൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി. 2 ഇയർ കോഴ്സ് ആയിരുന്നു. ഉറപ്പാ തന്നെ ഉണ്ടല്ലോ, 2 ഇയർ കോഴ്സ് ആയിരുന്നു. അത് മാർക്ക് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് 1.5 ആക്കി. കഥ പറയുമ്പോ എന്നിട്ട് കട്ട് ഡൗൺ ചെയ്ത് 1.5 അങ്ങനെ ആക്കിയിരിക്കുക. കാരണം എനിക്ക് എല്ലാ സെമ്മിലും എല്ലാ സെമ്മിലും ഇപ്പോഴോ അപ്പൊ എന്താ പറഞ്ഞത് ഇയാള് മാർക്ക് കുറഞ്ഞു. പിന്നെ നിനക്ക് മാർക്ക് കുറഞ്ഞു? അല്ല, അതുവരെ മാർക്ക് ഉണ്ട്. എന്റെ ഭാഗ്യത്തിന് കോഴ്സ് ചേഞ്ചും ചെയ്തു. അത് കഴിഞ്ഞുള്ള ലാസ്റ്റ് സെമ്മിലില്ലേ, എനിക്ക് ഒരു സബ്ജക്റ്റില് ഫസ്റ്റിൽ ഞാൻ ഫെയിലായി. 2 അസൈൻമെന്റ്. അപ്പൊ ഫൈനൽ മാർക്ക് 2 കൂടി ബാക്കി എല്ലാത്തിനും ബാക്കി എല്ലാത്തിനും എനിക്ക് ബിന് കുറവ് ഒരു ഗ്രേഡ് ഇല്ല. ബിന് 1.5 വർഷമാക്കി തന്നായിരുന്നു. അതൊന്ന് അപ്പൊ അത് പെട്ടെന്ന് അതാക്കി തന്നില്ലെങ്കിൽ അതാക്കി കഴിഞ്ഞിട്ടാ. കാരണം എനിക്ക് എല്ലാത്തിലും ബി വേണം, ബി അല്ലെങ്കിൽ ടോപ്പ് വേണം. അപ്പൊ എനിക്ക് ബിയിലൊന്നും കുറവില്ല. പെട്ടെന്ന് ഫെയിലായി. ഫെയിലായി ഞാൻ ഞെട്ടി. ഈ സാധനമൊക്കെ ഞെട്ടുമ്പോ എന്തിട്ടാടാ ഇതൊക്കെ? ഞാൻ ഞെട്ടപ്പക്കര. എന്നിട്ട് അപ്പൊ എന്നിട്ട് ഞാൻ ചോദിച്ചു പോയിട്ട് എന്താ കാണിക്കണേ? എന്നെ തോപ്പിച്ചേ. എന്താ കാണിക്കണേന്നോ? 2 ലെക്ചറിന് എനിക്ക് അതില്. അപ്പൊ ഈ മലയാളത്തിൽ ചോദിച്ചത് എന്താ കാണിക്കണം? അല്ല, ഇംഗ്ലീഷ്. അത് പറയണ്ട, മലയാളത്തിൽ പറഞ്ഞു. താങ്ക് യു. എന്നിട്ട് 2 ലെക്ചർ. അപ്പൊ ആദ്യത്തെ ലെക്ചർ ഒരാളുണ്ട്, പുള്ളിക്കാരൻ എന്റെ മുമ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ആ സബ്ജക്റ്റില് നല്ല മാർക്കുള്ള. അപ്പൊ അവനും പിന്നെ പുതിയൊരു പെണ്ണും ഉണ്ട്. പെണ്ണിന്റെ പേരൊന്നും പറയുന്നില്ല. പുള്ളിക്കാരി പെണ്ണാണോ? പെണ്ണുണ്ട് ആണും ഉണ്ട്. ആണ് എനിക്ക് മുമ്പത്തെ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഫേസ് കിട്ടുന്നില്ല. പറഞ്ഞോ. അപ്പൊ എന്താ, ഇന്നലെ കഴിഞ്ഞ ദിവസം നാരങ്ങയായിരുന്നു. എന്നിട്ട് പെണ്ണായിരുന്നു. അപ്പൊ അവളാണ് മാർക്ക്. അവള് നിന്നെ മനഃപൂർവ്വം ഫെയിൽ ആക്കിയതാണോ? ആയിരിക്കും. അവള് മനഃപൂർവ്വമല്ല. അവള് ചിന്തിച്ചതിൽ ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് അറിയണ്ടായില്ല, മര്യാദക്ക് പറഞ്ഞു തന്നിട്ടൊന്നും ഉണ്ടായില്ല. 2 പേര് ക്ലാസ് എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവനോട് പോയി ചോദിച്ചു. അതായത് ഇവളാണ് മാർക്ക് നോക്കിയത്. ഞാൻ പോയി ചോദിച്ചത് മറ്റവനോടാ. കാരണം അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, തനിക്ക് അറിയണതല്ലേ, എന്റെ മാർക്ക് ഇതൊക്കെ അറിയണതല്ലേ. ഇവൻ എന്റെ അടുത്ത് കോളേജ് ഡയറക്ടർ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ആ കോഴ്സ് 2 വർഷം കുറച്ചുല്ലോ, അതിന് വേണ്ടിട്ട്. ഞാൻ പുള്ളിക്കാരി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞതിന്. പുള്ളിക്കാരനോട് ചോദിച്ചു, നേരിട്ട് പോയി ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, മാർക്ക് തോപ്പിച്ചില്ലേ, അതാണ് ജയിപ്പിച്ചത്. അത് ഇവള് തോപ്പിച്ചത് പുള്ളിക്കാരൻ ജയിപ്പിച്ചു. അപ്പൊ പുള്ളിക്കാരിക്ക് ഈഗോ ആയി. പിന്നെ അതിന്റെ അടുത്തതിൽ ഞാൻ നന്നായിട്ട് എഴുതി. എനിക്ക് അതില് ബി ഉണ്ട്. 2 കൂടി മിക്സ് ആയപ്പോ എനിക്ക് ബി ഉണ്ട്. മറ്റേ 2ാമത്തെ അസൈൻ നല്ല മാർക്കായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോ പുള്ളിക്കാരി പിന്നെ കാണുമ്പോൾ മുഷ്ടില്ല. കാരണം പുള്ളിക്കാരി ഇവിടെ അങ്ങനെയല്ലേ, ഓൾമോസ്റ്റ് ഉള്ളതാണ്. അതിപ്പോ പുള്ളിക്കാരത്തേക്ക് അങ്ങ് വന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് മുഷ്ടില്. പുള്ളിക്കാരി അത് കമന്റിലൊന്ന് പറയാം. ചെറിയ ചമ്മല്. അതെ, അല്ല ചമ്മലല്ല, വൈരാഗ്യം, താല്പര്യമില്ലായ്മ. അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ആ കഥ പറയാൻ സംഭവിക്കും. അപ്പൊ താല്പര്യമില്ലായ്മയായിരുന്നു.
ഞാൻ പിന്നീടല്ലോ ഇതൊക്കെ കഴിഞ്ഞ റിസർച്ചാണ് ഫൈനൽ, അതായത് 2 months റിസർച്ചാണ്. അത് അതായത് ഇതൊക്കെ ഉണ്ടായി പുള്ളിക്കാരിക്ക് ആ ഒരു ഇത് കിടക്കുക. റിസർച്ചിന്റെ സമയത്ത് ഇപ്പല്ലേ കറക്റ്റ് ആയിട്ട് ലെക്ചർ പുള്ളിക്കാരി ലാസ്റ്റ് കറക്റ്റ് പുള്ളിക്കാരി ലെക്ചർ ആയിട്ട് വന്നു. ഞാൻ എന്റെ പൊന്നെ, എന്നിട്ട് ഞാൻ ആകെ പേടിച്ച് എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്തിരുന്നു. എന്റെ അടുത്ത് ടോപ്പിക് ചൂസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ സെലക്ട് ചെയ്ത് ബ്ലോക്ക് ചെയിൻ പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ല. പുള്ളിക്കാരി എന്താ പറഞ്ഞത്, ഭയങ്കര ബ്രോഡാണ്, പറ്റില്ല, വേറെ എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ എടുക്കാൻ പറഞ്ഞ് സ്മാർട്ട് കോൺട്രാക്ട് ഒക്കെ എടുത്ത് ഞാൻ സെറ്റായി റിസർച്ചിന്റെ സമയത്തില്ലേ. പിന്നെ ഇങ്ങോട്ട് ലാസ്റ്റ് 1.5 months അതാണ് എഴുതി തുടങ്ങണത്. ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ അപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക, എഴുതി തുടങ്ങി. ആ ടൈമിൽ എനിക്ക് റിസർച്ച് ക്വസ്റ്റ്യൻ റെഡി ആക്കണം. റിസർച്ച് ക്വസ്റ്റ്യൻ റെഡി ആക്കുമ്പോ ഈ പുള്ളിക്കാരി എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, അപ്രൂവ് ആക്കില്ല. ഒരാഴ്ച ഫസ്റ്റ് എല്ലാരും ചെയ്തു. അന്നേരം ഞാൻ റിസർച്ച് ക്വസ്റ്റ്യൻ കൊണ്ടുപോയപ്പോ അപ്രൂവ് കിട്ടില്ല. രണ്ടാമത്തെ ആഴ്ച എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ ആഴ്ച ചെന്നപ്പോ ഹോൾഡ് ചെയ്തു. രണ്ടാമത്തെ ആഴ്ച ചെന്നപ്പോ പുള്ളിക്കാരി പറഞ്ഞു ഇതിൽ ചേഞ്ചസ് ഉണ്ടെന്ന്. എന്നിട്ട് മൂന്നാമത്തെ ആഴ്ച ചെന്നപ്പോ പറഞ്ഞു ഇത് ഓക്കെയാണ്, ഇതിൽ ചെറിയൊരു ആൾട്രേഷൻ വേണമെന്നാലും ഓക്കെയാന്ന് പറഞ്ഞു. ഈ മൂന്നാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ബാക്കിയുള്ളവര് എഴുതി കാൽഭാഗമായി. കാരണം 2 ആഴ്ചത്തെ വർക്ക് പെൻഡിങ് കംപ്ലീറ്റ് ആവാറ. എനിക്ക് ഇതില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. 4ാമത്തെ ആഴ്ച ആയപ്പോ ഞാൻ തുടങ്ങി. ഇത് ഓക്കെയാണല്ലോ, പുള്ളിക്കാരിന് എന്ത് ഇല്ല, ഇത് റിസർച്ചിന് സമയത്ത് പറയാ. കാരണം പാസ്സായിക്ക് വന്ന് പറയട്ടെ. അപ്പൊ 4ാമത്തെ ആഴ്ചയും കഴിഞ്ഞ് പുള്ളിക്കാരി അപ്രൂവ് തന്നാ. ഞാൻ റിസർച്ച് പകുതി വരെ എഴുതിയിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പില്ലേ എന്റെ അടുത്ത് പറയാ റിസർച്ച് ക്വസ്റ്റ്യൻ ശരിയല്ല, മാറ്റണം. റിസർച്ച് ക്വസ്റ്റ്യൻ മാറ്റണം. എനിക്ക് എന്താ ചെയ്യാ, ഒന്നും ചെയ്യാനില്ല. ഞാൻ മാറ്റിയില്ല. ലാസ്റ്റ് എന്നിട്ട് ഇങ്ങനെ എന്നെ പോയി. എന്നിട്ട് പിന്നെ ഞാനും പുള്ളിക്കാരി അലമ്പാ. കാരണം എല്ലാരും കഴിയും. എന്നിട്ട് എന്നെ ഒരാളുണ്ട്, ലെക്ചർ ഹെഡ് ഉണ്ട് കോളേജിലെ, പുള്ളിയുടെ അടുത്ത് മീറ്റിങ്ങിനൊക്കെ കിട്ടു. നീ ഇങ്ങനെയാണ് പാസ്സാവില്ല, നീ ഇത് ചെയ്യണം, അവള് പറയണ കേൾക്കണം. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പിന്നെ അവള് പറഞ്ഞ കേൾക്കാറില്ലായിരുന്നു. ഞാൻ പിന്നെ പോയിട്ട് ടേബിൾ ടെന്നീസ് കളിച്ചിരിക്കും കോളേജിൽ പോയിട്ട്. കാരണം ക്ലാസ്സിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇതിന്റെ വർത്താനം കേട്ട്. ഇത് എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല, അപ്രൂവ് ചെയ്യില്ല. ലാസ്റ്റ് ഒരാഴ്ച ഗ്യാപ്പ് വെക്കാൻ. അന്നേരം ഞാൻ ഇരുന്നിട്ട് മൊത്തം എഴുതി ഇതാക്കി. ലാസ്റ്റ് പുള്ളിക്കാരി പറയാനൊന്നും ചെയ്തില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനായിട്ട് വെച്ചു. എന്തെങ്കിലും വരണോടത്ത് എത്രയെന്ന് വെച്ചിട്ട് വെച്ച് പാസ്സായി. പുള്ളിക്കാരി ലാസ്റ്റ് അപ്രൂവ് ഇട്ടു. കാരണം അപ്രൂവ് ഇടാണ്ട് പറ്റില്ല. ശരിക്കും സംഭവിച്ചെന്ന് ഞാൻ അതെന്റെ മിസ്റ്റേക്ക് ആണോ ചോദിച്ചാൽ പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം. എന്റെ മിസ്റ്റേക്ക് എന്താണ്? മാത്തയിലും ക്ലാത്തയിലൊക്കെ എറിഞ്ഞു നീ അവിടെ പോയി ടേബിൾ ടെന്നീസ് കളിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു. അത് ലാസ്റ്റ് ഇപ്പൊ ഇവളുടെ സ്വഭാവം കാരണല്ലേ. അതുവരെ എനിക്ക് കുഴപ്പമുണ്ടായില്ല. ആ പുള്ളിക്കാരിക്ക് ഞാൻ കണ്ണാടി വെച്ചോ എന്റെ ഇടയ്ക്ക്? കണ്ണാടി വെച്ചില്ലെങ്കിൽ സുഖമില്ല. അപ്പൊ അതാണ് പ്രശ്നം. പുള്ളിക്കാരിക്ക് ആ സംഭവം അടിച്ച് ഞാൻ ഇപ്പൊ പറയുമ്പോ ഇപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെ കോണ്ടാക്ട് ചെയ്യില്ല. അത് എവിടെയെങ്കിലും പൊക്കട്ടെ. പാസ്സായില്ലേ എനിക്ക്. പക്ഷെ പാസ്സാവല്ല എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു. എനിക്ക് എന്റെ ഇതില് മൊത്തം മാർക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റിസർച്ചാണ് ഏറ്റവും കുറവ് റിസർച്ചിൽ വന്നു. അത് അങ്ങനെ. പക്ഷെ എനിക്ക് മാർക്ക് കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല, ജയിച്ചൂല, പാസ്സായാൽ മതി. മാർക്കിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും ഒരു സംഭവം ഇതൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പുള്ളിക്കാരി സമയത്തുള്ളൊരു ബുദ്ധിമുട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടും അത് ഇത്രയും ഇതെല്ലാം മുടക്കി ഇവിടെ വന്ന് നമ്മുടെ ആ റിസർച്ചിന്റെ അത് റിസർച്ചേ മറ്റേതാണ് കുഴപ്പമില്ല. റിസർച്ച് സമയത്ത് പെട്ടാലല്ലോ ഒന്നും ചെയ്യാനില്ല. ഒരു വർഷം വീണ്ടും പോവും. അങ്ങനെ പേടിച്ചു. അങ്ങനെ കോളേജിൽ നിന്നുള്ള പരിപാടി ലാസ്റ്റ് ഇനി പിന്നെ കോളേജിലേക്ക് പിന്നെ ഇത് വാങ്ങാൻ പോയത്. പിന്നെ ഗ്രാജുവേഷൻ അടുത്ത് നമുക്ക് എന്നാ ചെയ്യണ്ട? അപ്പൊ നമുക്ക് അടുത്ത് ഇത് നമുക്ക് പെട്ടെന്ന് നിർത്തി. എനിക്ക് നല്ല തണുപ്പ്, നമുക്ക് ഓടാൻ പറ്റുമോ? അല്ല, ഓടണം. അപ്പൊ നമുക്ക് അടുത്ത മറ്റേ കോലുകളിക്കാരൻ അവിടെ കോല് കളിക്കാരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു എപ്പിസോഡില് അതെ ഈ ഇതൊക്കെ എടുത്തറിഞ്ഞതും ഷോർട്സ്, ഇത്രയും അടിപൊളി ഷോർട്സ് എഡിറ്റ് ചെയ്ത് തരുന്ന കോലിക്കളി. അപ്പൊ അവന് യൂത്ത് ഫെസ്റ്റിൽ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് ആയിരുന്നു കോലുകളിയില്. ഭയങ്കര മെഡിക്കലാണോ? നമുക്ക് അടുത്തതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. 2 സ്റ്റെപ്പ് അവനെ കൊണ്ട് കാണിക്കും. അടുത്ത എപ്പിസോഡ് പിന്നെ നോക്കാം.